മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ 2 ദിവസം ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും വലിയ സംഭവമേ അല്ല. ഒരു പക്ഷേ നേരെ വന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, എന്നോട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു ബഹളമോ ഒന്നുമില്ലാതെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഒരു ചർച്ചയ്ക്കോ വന്ന് പറയാനുള്ളൊരു മാന്യതയോ കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് സ്ട്രെയിറ്റ് അവേ അവർ സ്ട്രൈക്കിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യം ഈ കോളേജ് അടച്ചത് തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പഠിപ്പ് മുടക്ക് എന്ന് ആഹ്വാനം ചെയ്തത് ആ വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ അപ്പോൾ അവർ തന്നെയാണ് അടച്ചത്. അതുകൊണ്ട് പിന്നീട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു ഇത്രയും ദിവസം. കാരണം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വിദ്യാർത്ഥി സമരം 11ാം ദിവസം അല്ലെങ്കിൽ 11 ദിവസങ്ങൾ ഒക്കെ പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ഒട്ടും സമവായത്തിൻ്റെ സ്വരം പ്രിൻസിപ്പലിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നു വാർത്താസമ്മേളന വേദിയിലേക്ക് നടന്ന പ്രതിഷേധം? ഹാഷ്മി, ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടാണ് വാർത്താസമ്മേളനം നടത്തിയത്. ഇന്റേണൽ മാർക്കിൽ മുഖം നോക്കി മാർക്കിടുന്നു തുടങ്ങി കോളേജിനെതിരെ ഉയർന്നിട്ടുള്ള നിരവധി ആരോപണമുണ്ട്. ഇവയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് വളരെ സുതാര്യമായി പ്രവർത്തിക്കണമെന്ന വാദമാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞ വേളയിൽ ABVPയുടെ 2 പ്രവർത്തകർ ABVPയുടെ കൊടിയും കരിങ്കൊടിയുമായി എത്തി കോളേജ് ലക്ഷ്മി നായരുടെ മുന്നിലെത്തി പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. ഇവർ ഇതിനുശേഷം ഇപ്പോഴും വാർത്താ സമ്മേളനത്തിന് മുന്നിൽ ഇവർ കുത്തിയിരിക്കുകയാണ്. പോലീസും ഈ വാർത്താസമ്മേളനം നടക്കുന്ന ഹോട്ടൽ വേദിയിലുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിലായി ലക്ഷ്മി നായർ പറഞ്ഞവസാനിപ്പിക്കുന്നത് ചർച്ചയ്ക്ക് തുറന്ന മനസ്സാണുള്ളത്, ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ തന്നോട് മോശമായി പെരുമാറി ചർച്ചയ്ക്ക് വന്നിരുന്നു, മോശമായി പെരുമാറാം എന്ന നിലപാടിൽ ചർച്ച സാധ്യമല്ല. മാത്രമല്ല താൻ രാജിവെക്കണം എന്ന ഉപാധിയോടെ ചർച്ച നടക്കാൻ പോകുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. അതായത് പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന ആവശ്യമാണ് കോളേജിൽ പ്രക്ഷോഭം നടത്തുന്ന സമരത്തിൽ ഇപ്പോഴും 11 ദിവസമായി സമരം നടത്തുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം മുൻനിർത്തി, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കി. മാത്രമല്ല ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് തയ്യാറാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ലോ അക്കാദമിക്കെതിരെ കുട്ടികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ലക്ഷ്മി നായർ വിശദീകരിക്കുന്നത്. കോളേജിന്റെ മറ്റ് ജീവനക്കാർ, അധ്യാപകരെയും മറ്റ് ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവരെയും എല്ലാം തന്നെ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ എത്തിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ച് സ്ഥാപിക്കുക തന്നെയാണ് പത്രസമ്മേളനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരം.